സ്റ്റെപ്പിന് വേണ്ടി ഒരു സ്റ്റെപ്പിന് വേണ്ടി ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മള് കിണറിൻ്റെ ആളോട് കെട്ടാൻ പോവുകയാണ് ഗായ്സ്. കാര്യം എന്തെന്ന് വെച്ചാൽ പണിക്കാരും നമ്മൾ തന്നെ. അച്ഛനുണ്ട്, അച്ഛൻ മേശരിയാണ്, പിന്നെ ചേട്ടനുണ്ട്. നമ്മൾ മൂന്നുപേരും കൂടെ തന്നെ ആളോടി കെട്ടാമെന്ന് കരുതി. കാര്യം പൈസ ചുമ്മാ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ഒരു പൈപ്പ് എടുക്കാനായിട്ട് വന്നത്, അതായത് ഇരുമ്പ് പൈപ്പ് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. ഈ സംഭവം പൈപ്പ് അവർ നീളം പിടിച്ചിട്ട് നമ്മൾ പറയുന്ന നീളം അവർ അപ്പം തന്നെ കട്ട് ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. നമുക്ക് അതാണ് എളുപ്പം. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം എത്ര വേണം അത് കറക്റ്റായിട്ട് അവർ തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ പൈപ്പ് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ കപ്പി കയറൊക്കെ ഇടാൻ വേണ്ടിയാണ്. പൈപ്പ് കൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളപ്പോൾ തൂണ് റെഡി ആയിട്ടുണ്ട് ഒരു വിധം. ഇനി കുറച്ചും കൂടി വെൽഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഫിനിഷ് ആവും. പക്ഷേ ഉള്ളി ഇത് കഴിക്കാനായിട്ടില്ല. മണി 10 കഴിഞ്ഞല്ലോ. അപ്പോൾ കഴിക്കാനായിട്ട് പോയിരിക്കുന്നത്. ഈ ഒരു പോർഷനും കൂടെ വെൽഡ് ചെയ്യിപ്പിച്ച പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മളെ തൂണ്. ഈ തൂണ് ഇനി നമ്മൾ കഴയിട്ട്, അതായത് നമുക്ക് കിണറ്റിൻ്റെ ആ ഒരു ആളോടിയിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് ഇടാം. ഓക്കെ ഗൈസ്. ഹേ ഗായ്സ്, അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ നിലവിൽ പണിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കട്ട ഇറക്കിയിട്ടുണ്ട്, മെറ്റിൽ, സിമൻറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കിണർ. ഇതുകൊണ്ട് കാണുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളെ പരിപാടി മൊത്തം ചെയ്യാൻ പോണത്. വേറൊന്നുമല്ല, ആളോടി കെട്ടണം. പിന്നെ ഈ നമ്മളെ ഈ സ്റ്റേ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം കോരാനാണ് ഈ സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ്. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ പണിഞ്ഞ് ഇത് ശരിക്കും പറഞ്ഞാൽ വെൽഡ് ചെയ്തത് 2 ഇഞ്ച് പൈപ്പ്, ഒരു 2.5 മീറ്റർ ഉണ്ട് ശരി ഹൈറ്റ് വരുന്നത്. പിന്നെ ലെങ്ത് അതൊരു മീറ്ററാണ്. കാര്യം ഈ കപ്പിക്ക് ഇടാനുള്ള ഒരു നീളം നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ, അതായത് കിണറ്റിൻ്റെ സെൻറ്റർ വരാൻ വേണ്ടിയുള്ള നീളം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു മീറ്ററോളം എടുത്തിട്ടുണ്ട് നിലവിൽ. ഓക്കെ ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ആളോടി കെട്ടുന്നതാണ്. ഓക്കെ ഗൈസ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. നമുക്ക് പണി ചെയ്യുന്നതായാലും നമ്മളെ ഒരു പണി സൈറ്റിലെ ചിലവുകളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും ഇനി ഒരു കിണറ്റിൻ്റെ പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീട്ടിൻ്റെ പണി ആയിക്കോട്ടെ, എല്ലാം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും ഗായ്സ്. അപ്പം നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ ഗായ്സ്. ഹേ ഗായ്സ്, താണ്ടേ അപ്പോൾ കിണർ മൊത്തം 4 ചുറ്റും വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ചുറ്റും വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കോൺക്രീറ്റ് ചെയ്യും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒരു കുറച്ചും കൂടെ താത്തിയിട്ട് നമുക്ക് കോൺക്രീറ്റ് ഇടാം. പക്ഷേ നമുക്ക് ഇടേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ ഇത് എടുത്ത മണ്ണാണ്. അപ്പോൾ എടുത്ത മണ്ണായതുകൊണ്ട് നല്ല ഉറപ്പുണ്ട്, തറയ്ക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് നമുക്കിനി 4 ചുറ്റും കോൺക്രീറ്റ് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് ഇടാം. ഓക്കെ ഗൈസ്. അപ്പോൾ അതിന് മുന്നാടിയായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ചാന്ത് കുഴയ്ക്കണം, മെറ്റിലിടണം, പരിപാടിയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്. ആണ്ടേ അപ്പോൾ നമ്മൾ പാകപ്പൊടിയിൽ സിമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ചാൽ മെറ്റിൽ മിക്സ് ചെയ്യണം. അപ്പോൾ മെറ്റിൽ മിക്സ് ചെയ്യാൻ ഞാൻ പോകണം, ഇല്ലെങ്കിൽ പാടാണ്. കാര്യം ഒറ്റയ്ക്ക് പാടാണല്ലോ, അതുകൊണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടാം. ഓക്കെ ഗൈസ്. ഹേ ഗായ്സ്, അപ്പോൾ താണ്ടേ ഏട്ടത്തിയുണ്ട്, അനൂസുണ്ട്. ഏട്ടത്തിയുടെ വീട്ടിൻ്റെ കിണറിൻ്റെ പരിപാടിയാണ് ഇപ്പം നമ്മൾ നിലവിൽ നിൽക്കുന്നത്. നമ്മളെല്ലാം തന്നെയാണ് പണിക്കാർ. അയ്യോ, കാത്തുണ്ട് കേട്ടോ. കാത്തു എടുത്ത് പറഞ്ഞു ഞാനുണ്ടെന്ന്. പണിക്ക് വരുന്ന പിള്ളേരാ കണ്ട. ഇതൊക്കെയാണ് നമ്മളെ പിള്ളേർ. കാര്യം ഏട്ടത്തിയുണ്ട്, അനൂസും ഉണ്ട്.
പഠിച്ചോണ്ട് തന്നെ കൊച്ചിനെ വിളിച്ചോണ്ടാണ് വന്നേക്കുന്നത്. കാര്യം അതായത് ഒരു 3-3:30 ഒക്കെ കഴിയുമ്പം പഠിത്തം കഴിയുമെന്ന് വെച്ചിട്ട് ഇപ്പോഴേ ഇനി വിളിച്ചോണ്ട് വന്നു. ഉച്ചയായപ്പോഴേ ഇനി വിളിച്ചോണ്ട് വന്നു. അപ്പം ആ കാത്തു ആണ്ട് കഷ്ടപ്പെടായിരുന്നു. ഇനി ആണ്ട് ആ കട്ടകള ഇവിടെ ഇരിക്കുന്ന കട്ടകൾ നമുക്കിനി അവിടെ എത്തിക്കണം. അതായത് ഇന്നത്തെ ടാസ്ക് ഇവർക്കുള്ള 2 പേര്. കാര്യം ഇവർ വിളിച്ചോണ്ട് വന്നപ്പോൾ ചോദിച്ചു എന്തിനാണ് പണി കൊടുക്കുന്നതെന്ന്. ഇതായിരുന്നു ഇവർക്കുള്ള പണി അല്ലേ. വേറെ കട്ട ഉറക്കിക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാര്യം നമുക്ക് വീഡിയോ ലെങ്തായിട്ടേ ഇടാൻ പറ്റുള്ളൂ. കാര്യം പണി തീരുന്ന ഏത് രീതിയിലെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, സ്റ്റെപ്പിന് വേണ്ടി ആണ് ആ അകത്തേക്കുള്ള ആ ഒരു 3 ഇഞ്ച് ഇട്ടേക്കുന്ന നിലയിൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ആ ഒരു ഭാഗത്തിട്ടേക്കുന്ന 3 ഇഞ്ചാണ്. കാര്യം നമ്മൾ കിണറ്റിലോട്ട് ഇറങ്ങുമ്പോൾ തൊടിയായിട്ട് ചവിട്ടുന്ന ഒരു സ്പേസാണത്. അപ്പോൾ നമ്മൾ ഇതിൽ കറക്റ്റ് സ്ക്വയറാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ശ്വാസം വിടാം. എൻ്റെ അരിമുസ് ഭാഗത്ത് ശ്വാസം വിട്ട് സംസാരിക്കുക. കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പൊതുവെ ശ്വാസം വിട്ട് സംസാരിക്കാറില്ല ഗൈസ്. എടേ ഇവിടെ ചെല്ല് വിളിക്കുന്നു. പണിയേടേ പോടേ. ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കഴുത്ത് കെട്ടൊക്കെ വരുന്നത് കിണറിൻ്റെ. ആദ്യമായിട്ടാണ് മേശം പണി നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേശം പണി ചെയ്തിട്ടില്ല. ഇന്ന് അച്ഛൻ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ എന്തായാലും വൃത്തിയാക്കി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എന്തായാലും കൊള്ളാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വീഡിയോ ആണ്. കാര്യം നമുക്ക് മേശം പണി അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു തന്ന് നമ്മൾ ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ഗൈസ്.